നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവും വ്യാഴത്തിന്റെ സ്ഥിതിയും അനുസരിച്ചുള്ള മറ്റ് ഗ്രഹങ്ങളെയും ഒക്കെ ചിന്തിച്ചുകൊണ്ടുള്ള നക്ഷത്ര ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ഇപ്പോഴുള്ള ഗ്രഹചാരവശാലുള്ള സ്ഥിതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം പ്രാധാന്യത്തോടെ പറഞ്ഞു വരികയായിരുന്നു. മേടം മുതൽ കർക്കിടകം വരെയുള്ള രാശിക്കാരുടെ രാശിമാറ്റ ഫലം പറഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളത് ചിങ്ങക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലവും അനുബന്ധമായിട്ടുള്ള നക്ഷത്ര ഫലവുമാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ഫലദാന വിഷയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ശനിയും രാഹുകേതുക്കളും ഒക്കെ അതിനുശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം അനുകൂലമായാൽ മറ്റ് പ്രതികൂല അവസരങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കാദ്യം ചിങ്ങക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 10ാം ഭാവത്തിലാണ്. ഗ്രഹചാരവശാൽ 10ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള പ്രശ്നമാർഗത്തിലെ ശ്ലോകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദശമസ്ഥിതേതു സ്ഥാനാർത്ഥ നാശാധികം. അതായത് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക വഴി സ്ഥാനഭ്രംശവും ധനനാശവുമാണ് ദോഷഫലമായി പറഞ്ഞിട്ടുള്ളത്. ചാരവശാൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അത്ര നല്ലതല്ല. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതോടൊപ്പം പ്രവർത്തന മാന്ദ്യതയും അലസതയും ഒക്കെ ഉണ്ടാകാം. തൊഴിൽപരമായി ഒട്ടേറെ അനിഷ്ടാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അധ്വാനം വർദ്ധിക്കുന്ന സാഹചര്യം വരും. അതോടൊപ്പം അനുകൂലമല്ലാത്ത സ്ഥലമാറ്റങ്ങളും ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുമായി അകൽച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. അതോടൊപ്പം കേസുകൾ, വഴക്കുകൾ, കോടതി ഇടപെടലുകൾ എന്നീ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ദോഷകാലമായതിനാൽ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു കരുതൽ എടുക്കേണ്ടതാണ്. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിൽ നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് ലഭിക്കാനുള്ള തടസ്സങ്ങളും ഉണ്ടായേക്കാം. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര അർച്ചന നടത്തുക, പാൽപായസം വഴിപാട് കഴിക്കുക, ഭാഗവത പാരായണം നടത്തുക. കൂടാതെ രാജഗോപാല യന്ത്രം ധരിക്കുന്നതും ദോഷഫലത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് സഹായകരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഗ്രഹചാരവശാലുള്ള ഫലം മോശമാണ് എങ്കിൽ പോലും നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്ക് ഈ ദോഷത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. എന്നാൽ ദശാകാലം കൂടി മോശമാണ് എങ്കിൽ ഈ ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നിരുന്നാലും അതൊക്കെ അറിഞ്ഞ് ഫലത്തെ ചിന്തിക്കുക, കരുതലെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴ രാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.